ഹലോ, വെൽക്കം ബാക്ക്. ഇത് എൻ്റെ ഒരു ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ 8 മണി മുതൽ 11 മണി വരെ ഏകദേശം ഒരു 11 മണി വരെയുള്ള പരിപാടിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ആദ്യം രാവിലെ തന്നെ ബ്രഷ് ചെയ്ത് ചായ കുടിച്ച ശേഷം എൻ്റെ മെയിൻ പരിപാടി ചെടിക്ക് വെള്ളമൊഴിക്കുക എന്നത്. കാരണം അത്യാവശ്യത്തിലധികം ചെടി ഇവിടെ ഉണ്ട്. അങ്ങനെ രാവിലെ ഞാൻ വന്ന് നോക്കിയപ്പോഴാണ് ഒരു വാഴ ഒടിഞ്ഞെടുപ്പുണ്ട് അപ്പുറത്തെ വീട്ടിൽ. അത് റംബുട്ടാൻ്റെ മുകളിലാണ് ഒടിഞ്ഞ് കിടക്കുന്നത്. അതൊന്നും മാറ്റാൻ നിന്നില്ല. അതിനുശേഷം കടയിൽ പോയി കുറച്ച് സാധനം മേടിച്ചു. ഇനിയിപ്പോൾ എൻ്റെ സ്മൂത്തി കഴിക്കുന്നത്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് കഴിക്കുന്നതാണ്. അതിനുശേഷം രാവിലെ ഭക്ഷണം കഴിച്ച പാത്രം കഴുകാനുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ +2 കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് വീട്ടിൽ മാറി നിന്നിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് മുതൽ ഇതുവരെ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊരു സ്ഥലത്ത് താമസിക്കുക, സ്വന്തം കാര്യം നോക്കുക, ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, ഇതാണ് മെയിൻ പരിപാടി. അപ്പോൾ ഇപ്പോഴും ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് വർക്ക് റിലേറ്റഡായിട്ട് ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എനിക്കത് ഇഷ്ടമാണ്. കാരണം എനിക്കൊരു സ്ട്രെസ് റിലീസ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ കാണുന്നത്, പാത്രം കഴുകുന്നത്. അതെല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡി സീൻസ് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പൊതുവെ ചെയ്യാറ്. ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ എന്ത് ചെയ്യും, ഈ ഷെയ്ക്ക് എന്ന് പറയാൻ പറ്റില്ല, പീനട്ട് ബട്ടർ, പാല്, പഴം, കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ഷേക്ക് ഞാൻ കുടിക്കും. അത് അത്യാവശ്യം നല്ലൊരു എനർജി തരാറുണ്ട് പൊതുവേ. കാരണം ഞാൻ രാവിലെ തന്നെ ഹെവി ആയിട്ടൊന്നും ഫുഡ് കഴിക്കാറില്ല. ചിലപ്പോൾ ഒരു ഇഡ്ഡലി അല്ലെങ്കിൽ ചെറിയ കഷ്ണം പുട്ട്, അതൊക്കെയാണ് മെയിൻലി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാറില്ല, ചായ കുടിച്ച ശേഷം ഇത് തന്നെയാണ് കുടിക്കാറ്. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്ത ശേഷം എനിക്ക് ഉച്ചയ്ക്കൊരു സ്ഥലം വരെ പോകേണ്ട ആവശ്യമുണ്ട്. അതിന് മുന്നേ തന്നെ എനിക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. കാരണം പണ്ടൊക്കെ ഞാൻ കൂടുതലും പുറത്തോട്ടൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്കുള്ള ഫുഡ് പുറത്തുനിന്ന് കഴിക്കായിരുന്നു. അപ്പോൾ ഈ വർഷം മുതൽ എൻ്റെ പ്ലാനാണ് പരമാവധി ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഹെൽത്തിയായി കഴിക്കാം. അപ്പോൾ രാവിലേക്ക് കുറേ പാത്രം കഴുകണം. അതെല്ലാം കഴുകിയതിന് ശേഷം സത്യം പറഞ്ഞാൽ ഈ കുക്കറിൽ ഞാൻ ഇന്നലെ ഇന്നലെ രാത്രി തന്നെ പയർ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതായിരുന്നു. മീൻസ് കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചായിരുന്നു. പക്ഷേ മടി കാരണം ഞാൻ എന്ത് ചെയ്തില്ല. ഇന്നലെ ഞാൻ സ്പൂൺ ഇടുന്നത് പിന്നെ യൂട്യൂബിൽ കണ്ടതായിരുന്നു. നമ്മൾ എന്തെങ്കിലും കുക്കറിൽ വേവിക്കുമ്പോൾ വെള്ളം ചീറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പൂൺ ഇടുന്നത്. ഞാൻ കൂടുതലും ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്യാറ്. പിന്നെ എൻ്റേതായിട്ടുള്ളൊരു കലാപരിപാടി ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ പൊതുവെ കുക്ക് ചെയ്യുന്ന സമയത്ത് കുക്കിങ്ങിന് ആവശ്യമുള്ള എല്ലാ സാധനവും എടുത്ത് വയ്ക്കും. അല്ലാണ്ട് ഒന്നെടുത്തിട്ട് അല്ലെങ്കിൽ മറ്റേതിനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടുക്കാൻ പോവുക. കാരണം അങ്ങനെ ഒരുപാട് മിസ്റ്റേക്സ് എനിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം കുക്ക് ചെയ്ത് ലാസ്റ്റ് വരുമ്പോൾ ചില സാധനങ്ങൾ ചേർത്തിട്ടുണ്ടാവില്ല, ചിലതൊക്കെ വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ എല്ലാം ആദ്യമേ തന്നെ എടുത്ത് വയ്ക്കും. എണ്ണ കഴിഞ്ഞ് പോയായിരുന്നു, ഞാൻ എണ്ണ റീഫിൽ ചെയ്യുന്നുണ്ട്. ഈ ബോട്ടിൽ ഞാൻ ആപ്പിൾ സിഡർ വിനീഗർ വാങ്ങിച്ചപ്പോൾ കിട്ടിയ ബോട്ടിലാണ്, അത്യാവശ്യം നല്ലൊരു ബോട്ടിലാണ്. അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, സവാള, തക്കാളി, കറിവേപ്പില, കടുക്, ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി പേസ്റ്റ്, വറ്റൽമുളക്. ഇനിയിപ്പോൾ നമുക്ക് പയർ കറി ഉണ്ടാക്കാം. എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. പക്ഷേ ഞാൻ ഇതിനകത്തൊരു എക്സ്ട്രാ ഒരു സാധനം ചേർക്കാറുണ്ട്. കാരണം വേറെ ഒന്നുമില്ല. പൊതുവേ ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടിപ്പോവും, അല്ലെങ്കിൽ എന്തെങ്കിലും കുറഞ്ഞു പോകുന്ന കുറവാണ്, കൂടുതലും കൂടിപ്പോകാറാണ് പതിവ്. എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക, മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മസാലപ്പൊടി, അങ്ങനെ എനിക്ക് കുറേ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുക്കിംഗ് കുറേ ഇങ്ങനെ ചെയ്ത് കിട്ടിയ കുറേ എന്താ പറയുക ഐഡിയാസ് ഉണ്ട്. അങ്ങനെയാണ് ഞാനിപ്പോൾ കുക്ക് ചെയ്യാറ്. ബേസിക്കലി നമ്മൾ ചെയ്യുന്ന സംഭവം തന്നെയാണ് ഞാൻ എല്ലാം ആദ്യമേ ചെയ്യും. കാരണം എനിക്ക് ഒന്നാമത് പാത്രം ഒരുപാട് കഴുകാൻ വയ്യ. ഇതാകുമ്പോൾ എല്ലാം ഒറ്റ പാത്രത്തിൽ കഴിയും. പിന്നീട് വീണ്ടും എണ്ണയൊക്കെ ഒഴിക്കാൻ പറയുമ്പോൾ കടുക് പൊട്ടിക്കാൻ പറയുമ്പോൾ ഭയങ്കര പണിയാണ്. ആദ്യമേ ഞാൻ ഇതെല്ലാം ചെയ്ത് എന്താ പറയുക കട്ട് ചെയ്ത് വെച്ച ശേഷം മാത്രമേ ഞാൻ കുക്കിംഗ് ചെയ്യാറുള്ളൂ. എല്ലാം കട്ട് ചെയ്ത് എല്ലാം എടുത്ത് വെച്ച് അതുവരെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ കഴുകാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക അതെല്ലാം കഴുകി വെച്ച ശേഷം മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ കുക്കിംഗ് ചെയ്യാറുള്ളൂ. കാരണം എനിക്ക് കുക്ക് ചെയ്യുക, കഴുകുക, പോവുക. എനിക്ക് കൂടുതൽ നേരം ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല എന്നല്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഏകദേശം ബേസിക് ആയിട്ടുള്ള കാര്യമെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന വേറെ ഒന്നുമല്ല,
നമ്മുടെ എന്താ പറയുക സാമ്പാർ പൊടിയില്ലേ, അത് ഞാൻ ചേർക്കും. കാരണം അതിലൊരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാറുണ്ട്. അതിലാകുമ്പോൾ ഉലുവ, കായം, എല്ലാ പൊടികളും അതിനകത്തുണ്ടല്ലോ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ചേർക്കുള്ളൂ, കുറേയൊന്നും ചേർക്കത്തില്ല. എന്താ പറയുക, ചെറിയൊരു സ്പൂൺ, നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, വളരെ ചെറിയൊരു സ്പൂൺ മാത്രമേ ചേർക്കത്തുള്ളൂ. ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം എന്താ തക്കാളി ഇട്ട് തക്കാളിക്കും വേവിക്കാൻ വേണ്ടി ഞാൻ ചൂടുവെള്ളം ഒഴിക്കാറുണ്ട്. പൊതുവെ അടച്ചു വെച്ച് വേവിക്കാൻ നോക്കും, പക്ഷേ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ചൂടുവെള്ളം ഒഴിക്കും. ഇതൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യും, ചെയ്തുകൊണ്ടിരിക്കും. കാരണം എനിക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടാവും, എന്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ വേണം എന്നുള്ളത്. അതനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, എല്ലാം തയ്യാറാക്കി വയ്ക്കുന്നില്ല, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് നടന്നുകൊണ്ടിരിക്കും. കാരണം ഇതെല്ലാം കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചൂടുവെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം എന്ത് ചെയ്തു, എടുത്തൊഴിച്ചു. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിക്കും, കുറച്ച് നേരം വേവിക്കും, കാരണം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, നമ്മൾ കുക്കറിൽ നേരത്തെ ഞാൻ പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിലേക്ക് ഇനി തട്ടി കൊടുക്കും. ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ഉപ്പൊക്കെ ഓൾറെഡി ഇതിലും സവാള വഴറ്റാൻ നേരത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പയർ വേവിച്ചപ്പോഴും ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എക്സ്ട്രാ ഉപ്പിടേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നു. ഇനിയിപ്പം പയർ തട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം നോക്കി, പക്ഷേ എന്താ പറയുക, ഇതുവരെ പയർ തട്ടാൻ വേണ്ടി ഞാൻ കുറേ നേരം നോക്കി, പക്ഷേ എനിക്ക് എന്താ പറയുക, പയർ ഞങ്ങൾ ദൂരെ വെച്ചേക്കായിരുന്നു, കുറച്ച് ഇൻഡക്ഷനിലാണ് വേവിച്ച്. അപ്പോൾ ക്യാമറ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അത് അടുത്തുകൊണ്ട് വയ്ക്കാൻ ഞാൻ വിട്ടുപോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, നന്നായി വെന്തിട്ടുണ്ട്. ഇതിൽ പയറും കടലയും അല്ലാണ്ട് ഇതൊരു മിക്സായിട്ടാണ് കിട്ടുന്നത് പാക്കറ്റിൽ, ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ വാങ്ങിച്ചത്. അതുപോലെ തന്നെ എനിക്ക് കുറേ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈ സ്പൂൺ ഇടുന്ന കാര്യം ഞാൻ ചിലപ്പോൾ വിട്ടുപോകും, എടുത്തങ്ങ് തട്ടും, അവസാനം എന്ത് ചെയ്യും, കൈ പൊള്ളും, അല്ലെങ്കിൽ അത് മേലെ വന്ന് വീഴും. ഭാഗ്യത്തിന് ഞാൻ ആദ്യമേ കണ്ടു. ഇനിയിപ്പോൾ എന്തെങ്കിലും കൂടുതൽ എനിക്ക് അങ്ങനെ പ്രശ്നം പറ്റുന്നത് ചോറ് കഴിക്കുമ്പോഴാണ്. ഞാൻ ചോറ് കുക്കറിലാണ് കഴിക്കുന്നത്. അത് ചില സമയത്ത് ഞാനിങ്ങനെ എടുത്ത് മാറ്റാൻ നേരത്ത് എനിക്ക് പൊള്ളാറുണ്ട്. പിന്നെ കുറേ കാലമായി ഇപ്പം ഞാൻ കുക്ക് ചെയ്യുന്നത് സ്വന്തമായിട്ട്, അപ്പോൾ പിന്നെ ഇപ്പം ചില ചൂടൊക്കെ എനിക്ക് വലിയ പ്രശ്നം വരാറില്ല. ഇനിയിപ്പം പയർ കറി റെഡി ആയിട്ടുണ്ട്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി വേറെ പാത്രത്തിലേക്ക് ഞാൻ മാറ്റും. നേരത്തെ പയർ വേവിച്ച കുക്കർ തന്നെയാണ്, ഇനി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് തോന്നുന്നു. പൊതുവെ കഴുകാറില്ല, കാരണം വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അടച്ചു വെച്ചേക്കായിരുന്നു ആ കുക്കർ. പയർ മാറ്റിയ ശേഷം ഇത് അതിലേക്ക് മാറ്റും, എന്നിട്ട് എന്ത് ചെയ്യും, അടച്ചു വയ്ക്കും. കൂടുതലിനി തിളപ്പിക്കത്തില്ല, കാരണം കുക്കർ ഓൾറെഡി നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ ആ ചൂടിലിരുന്നിട്ട് എന്ത് ചെയ്യും, കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിക്കോളും. ഇനി എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യേണ്ട, തിളപ്പിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാവർക്കും അറിയായിരിക്കും. ഇനി ഇതെല്ലാം ഭദ്രയ്ക്ക് അടച്ചു വെച്ച ശേഷം എല്ലാ പാത്രവും കഴുകും. കാരണം പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ നേരത്ത് കുറേ പാത്രം കഴുകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഭ്രാന്ത് പിടിക്കും. കാരണം വേറെ ആരും കഴുകി തരാനില്ല, ഞാൻ തന്നെ കഴുകണം. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഒരു കപ്പാണെങ്കിൽ പോലും അപ്പം കഴുകാനുള്ളത് അപ്പം കഴുകി വയ്ക്കും. ഞാൻ കുറേ കാലം കൊണ്ട് ശീലിച്ചൊരു കാര്യമാണ്, കാരണം അത് നല്ലതാണ്. വെറുതെ നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രം ഇങ്ങനെ വിട്ടിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. ഇനി ഇതെല്ലാം കഴുകി വയ്ക്കണം. മറ്റേ പാത്രം ചൂടായതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഇതെല്ലാം കഴുകി വെച്ച ശേഷം അതെടുക്കാൻ നേരം, കാരണം അത് തിളച്ചിരിപ്പുണ്ട്, നല്ല ചൂടാണ് അതിന്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പാത്രം കഴുകണ ഇഷ്ടമാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ചില സമയത്ത് നല്ല സമാധാനം കിട്ടാറുണ്ട്. കാരണം ഫോക്കസ് ഫുള്ളി നമ്മളത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറയുക, കുറച്ച് ഞാൻ വായിച്ചിട്ടൊക്കെ ഉണ്ട് അവിടെ, പാത്രം കഴുകുന്നതും ക്ലീൻ ചെയ്യുന്നതൊക്കെ സ്ട്രെസ് കുറയ്ക്കുന്നു. ചെറിയ രീതിയിൽ എനിക്കതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പാത്രം സോപ്പിട്ട് കഴുകാറില്ല. ഇതാണ് എൻ്റെ ലഞ്ച്: പയറുകറി, ചോറ്, മാങ്ങാച്ചാറ്, മോരുകറി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്നു. താങ്ക് യു.